വേണ്ട, ചെറുത് വായിക്കാം. ഏടാ ഇന്ന് നിന്റെ അവസാനല്ല. എന്താ അവസാ? ആണ് സർപ്പദിനം. സർപ്പദിന? പാമ്പടെ ഇതെന്തെല്ലാം ദിവസമല്ലേ? ആടാ, പാമ്പിന് ഓരോ ദിവസം. നമ്മളെ ദിവസം എന്നാണ് ആണാവോ? മാഷേ, എല്ലാ ജീവികൾക്കും ഇങ്ങനെ ദിവസം ഉണ്ടോ? ഉണ്ട്. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ദിവസമുണ്ട്. ഓ ശരി. എന്തിനാ ഈ സർപ്പദിനം? എന്തിനാ ഈ പാമ്പുകളെല്ലാം സംരക്ഷിക്കേണ്ട ആവശ്യം? എന്തിനാ? അല്ല, എന്തിനാ ഈ നാട്ടിൽ കാണുന്ന കാവുകളും നാഗങ്ങളെല്ലാം പണ്ട് പൂർവികരുണ്ടാക്കിന്? എന്തിന്? പണ്ട് പഠിച്ചതല്ലേ? ഞാനാ അന്ന് ഞാൻ ലീവായിരുന്നു മാഷേ. പാസ്. ഇതുപോലെയുള്ള ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് പൂർവികർ ഈ കാവ് പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത്. അതാണ്. ഇതെല്ലാം ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഭക്ഷ്യശൃംഖലയുടെ ഭാഗമാണ്. ഇതിലെ ഒരു കണ്ണി നഷ്ടപ്പെട്ടാൽ ആ ഭക്ഷ്യശൃംഖല തന്നെ നഷ്ടപ്പെടും. ഏത് സമയത്ത് ഇപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നി. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കും രക്ഷയില്ല, വായനശാലയിൽ ഇരിക്കുന്ന നമുക്കും ഒരു സമാധാനം. നമ്മളെന്താ ചെയ്യുന്നത്? എന്തായിരുന്നു? റോട്ടിലൊരു പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലും. അത് ശരിയാണ്. വീട്ടിലൊരു പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലും. ഈനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ പണ്ടാരം? അങ്ങനെ ചെയ്യാൻ പാടില്ല. വനം വകുപ്പിനെയോ ബന്ധപ്പെട്ടവരെയോ വിളിച്ച് ആ പാമ്പിനെ പിടിച്ച് കാട്ടിലോ വനത്തിലോ കൊണ്ട് ഇളക്കി അതിനെ സംരക്ഷിക്കണം. മനസ്സിലായോ? പിന്നെ ഒറ്റകൾ കുറച്ച് പാല് മുടിച്ചോളൂ. എന്താ മോളെ? മതിയാ? ഞാനിപ്പോ വരാം. മക്കളെ, ഒന്ന് എൻ്റെ പേരും വീട്ടിലേക്ക് വന്നേ. എന്താ പക്ഷേ? വീട്ടിലൊരു പാമ്പ് കയറിയിട്ടുണ്ട് വരും. ഒന്ന് നമുക്ക് അതിനെ തച്ചോലാല.